Good evening, everyone. Good evening. Are you all refreshed? Shall we? So now, let's move ahead with AS25 Interim Financial Reporting. ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ എന്താ നമ്മൾ പഠിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക ജനറലി എന്ന് തൊട്ട് എന്ന് വരെ ഉണ്ടാവുക ഫിനാൻഷ്യൽ ഇയർ എടുക്കുകയാണെങ്കിൽ എന്ന് തൊട്ട് എന്ന് വരെ ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് 31st മാർച്ച് വരെ അല്ലാന്നാണെങ്കിൽ എന്താ ഉണ്ടാവുക ഫസ്റ്റ് ജാനുവരി തൊട്ട് 31st ഡിസംബർ വരെ. ഇതായിരുന്നല്ലോ ഇത്രയും കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന രീതി എന്ന് പറഞ്ഞ് 12 months എന്നുള്ള രീതിയിലല്ല ഉണ്ടായിരുന്നേ. യെസ് ഓർ നോ? ഇഫ് അവർ റിപ്പോർട്ടിംഗ് ബിക്കംസ് ലെസ് ദാൻ 12 months, if our reporting becomes less than 12 months, it's known as interim financial reporting. All right. സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത് 12 മാസത്തേക്കാണെങ്കിൽ if it is less than 12 months, it is interim financial reporting. interim എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇടയിൽ എന്നല്ല അതിന് പറയാ. ഇടയിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ. യെസ് ഓർണോ? അതിനെ പറഞ്ഞ പേരാണ് ഇന്ററിം. ഇന്ററിം ഡിവിഡൻഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. ഇടയിൽ കൊടുക്കുന്ന ഡിവിഡൻഡ് എന്നല്ല നമ്മൾ പറയുന്നത്. അതേപോലെ ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 12 monthsന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ പറയുന്ന പേരാണ് ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇറ്റ് ഹാസ് ഓഫ് 4 items. Alright? 4 ഉണ്ട്, 4 ഉണ്ട്. ഒന്ന് ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി, പിന്നൊന്ന് പി ആൻഡ് എൽ, പിന്നെ ഒന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, പിന്നൊന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി അല്ലേ? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയും. യെസ് ഓർ നോ? ഇതാണ് നമുക്ക്, ഞാൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം in relation to interim financial reporting we are learning in AS25. Purely reporting, വേറെ ഒന്നുമില്ല. നമ്മുടെ ബാലൻസ് ഷീറ്റ് പി ആൻഡ് ആക്ച്വൽ ബാലൻസ് ഷീറ്റിൽ ആക്ച്വൽ പി ആൻഡിൽ ഒരു ഇതുമില്ല. ഇറ്റ് ഇസ് പ്യോർലി ഓൺ റിപ്പോർട്ടിംഗ് പർപ്പസ്. ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്യുമെങ്കിൽ അതിന്റെ അക്കൗണ്ടിങ്, ആ റിപ്പോർട്ടിങ്ങിന്റെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും AS25 പറയുന്നതായിരിക്കും. ഇറ്റ്സ് എ വെരി സ്മോൾ സ്റ്റാൻഡേർഡ്, ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്, and as well as ഇത് ചോദിക്കണേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും. Because the thing is, it's very, very, very simple. That's the thing. Can we move ahead? Perfect. So let's move ahead. Interim financial reporting, ladies and gentlemen. Annual financial reporting എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നല്ലെങ്കിൽ കാലണ്ടർ ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ. യെസ് ഓർ നോ? ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ലെസ് ദാൻ 1 year. അതായത് ഫസ്റ്റ് ഏപ്രിൽ ടു 30th ജൂൺ, 3 മാസമല്ലേ ഉള്ളൂ. ലെസ് ദാൻ 12 months അല്ലേ? അതിനെ പറഞ്ഞ പേരാണ് ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഓൾറൈറ്റ്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദ കമ്പനി ക്യാൻ പ്രിപ്പയർ ഇന്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ ഇന്ററിം പീരിയഡ് ആസ് ഫോളോസ്. 2 രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാം. കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നില്ല, ബാലൻസ് ഷീറ്റ് പി ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ നമുക്ക് ഇന്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് നമുക്ക് ചെയ്യാം. ബാലൻസ് ഷീറ്റ്, പി ആൻഡ് അക്കൗണ്ട്, നോൺ സ്റ്റോക്ക് അക്കൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി ഒക്കെ നമുക്ക് ചെയ്യാം. കണ്ടൻസ്ഡ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഹെഡിങ്ങും സബ് ഹെഡിങ്സും മാത്രം. അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊന്നും എഴുതാൻ നിൽക്കുക. അത് നോർമൽ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ സാധനങ്ങൾ എഴുതുമല്ലോ, അതൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് വി വിൽ ഓൺലി റൈറ്റ് ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ്. ദാറ്റ്സ് ഇറ്റ്. വേറെ അതിൽ കൂടുതലൊന്നും അലങ്കാരം ഉണ്ടാവത്തില്ല. ദാറ്റ്സ് വാട്ട് ഇറ്റ് മീൻസ്. ഇനിയാണ് നമുക്ക് വരുന്നത് മാർക്ക് ആസ് ഇമ്പോർട്ടൻറ്റ്. പോയിന്റ് നമ്പർ 2. ഓൾറൈറ്റ്. Interim financial statements are required to present for the following periods for a comparative purpose. Comparative purpose എന്ന് പറഞ്ഞാൽ എന്താ? കറന്റ് ഇയർ, പ്രീവിയസ് ഇയർ. ആ ഒരു രീതിയിൽ ഞാൻ ആദ്യം ബാലൻസ് ഷീറ്റ് പറയാം, എന്നിട്ട് പിന്നെ ഞാൻ പി ആൻഡ് എല്ലോട്ട് വരാം. വാട്ട് യു മീൻ ബൈ ബാലൻസ് ഷീറ്റ്? ഇസ് ഇറ്റ് എ ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ഇസ് ഇറ്റ് എ ഫിനാൻഷ്യൽ പെർഫോമൻസ്? ഫിനാൻഷ്യൽ പൊസിഷൻ.
അല്ലെ? ഞാൻ നിൽക്കുന്ന ഡേറ്റ് എവിടെയാണോ അതാണ് പറയണത്. യെസ് ഓർ നോ? ആർ യു റൈറ്റ്? ഇനിയിപ്പോൾ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഐ എം ടേക്കിംഗ് എ റിപ്പോർട്ടിംഗ് പീരീഡ്. ഇന്റർം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പീരീഡ് ഞാൻ എടുക്കുവാണ്. 1st July 2025 എടുക്കാം. 1st July 2025 to 30th September 2025. ഇത് എപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ? ഓക്കെ, 30th September 2025. ഓൾ റൈറ്റ്, ഗോട്ട് ഇറ്റ്? അപ്പൊ നമ്മൾ ഇനി ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതും? ആസ് അറ്റ് 30th September 2025 എന്ന് പറഞ്ഞിട്ടല്ലേ എഴുതുക ബാലൻസ് ഷീറ്റ് എന്നും പറഞ്ഞിട്ട്. യെസ് ഓർ നോ? ഇതിന്റെ കമ്പാരിസൺ എന്ത് വേണമെന്നാണ് ചോദ്യം. നമ്മൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ എന്താ ചെയ്യുക? 30th September 2024 എന്ന് പറഞ്ഞിട്ടല്ലേ എഴുതുക ലോജിക്കലി ആലോചിക്കുമ്പോൾ. ബട്ട് ഇത് തെറ്റാ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. AS 25 പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് ഫിനാൻഷ്യലിന് ബന്ധപ്പെട്ട? 1st July 2025 to 30th September 2000 ഏത് ഫിനാൻഷ്യൽ ഇയർ ഉള്ളിലാണിത്? 2025-26 ആ ഫിനാൻഷ്യൽ ഇയറിന് ബന്ധപ്പെട്ടല്ലേ ഇത്? യെസ് ഓർ നോ? ഇതിന്റെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ എന്തായിരിക്കും? 24-25. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്താ ഫിനാൻഷ്യൽ ഇയറുടെ? 31st March 2025. യെസ് ഓർ നോ? അതായിരിക്കണം എൻ്റെ കമ്പാരിസൺ പീരിയഡ്. ആർ യു ഗൈസ് ക്ലിയർ? ഇങ്ങനെയല്ല, അതായത് 30th September എന്ന് പറഞ്ഞിട്ട് 2025, 30th September 2024 എന്നല്ല, ഇങ്ങനെ ഒരു റൗണ്ട് അബൌട്ട് പ്രോസസ്സ് ചെയ്യണം. ആദ്യം നോക്കേണ്ട എന്താ? ഞാൻ എടുക്കുന്ന പീരിയഡ് ഉണ്ടല്ലോ, വിച്ച് ഫിനാൻഷ്യൽ പീരിയഡ് ഇറ്റ് ബിലോങ്സ് ടു, അതാണ് ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്. അത് ഏത് ഫിനാൻഷ്യൽ പീരിയഡിലാണ് ബിലോങ് ചെയ്യുന്നത്? 2025-26. അതിന്റെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ എന്താ? 2024-25 അല്ലേ? അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്താ? 31st March 2025. ഈ ഡേറ്റ് ആണ് എന്റെ കമ്പാരറ്റീവ് പീരിയഡ്. ആർ യു ഗൈസ് ക്ലിയർ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതുവരെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ അല്ലേ? പെർഫെക്റ്റ്, പക്ക, ഓൾ സെറ്റ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള രീതിയിൽ. ബാലൻസ് ഷീറ്റിനെ ബന്ധപ്പെട്ട് ബാലൻസ് ഷീറ്റ് ഇത്രയേ ഉള്ളൂ ബാലൻസ് ഷീറ്റ്. നിങ്ങൾ MCQയിൽ കുഴപ്പിക്കും. അവരൊരു പീരീഡ് വരും, ആ പീരീഡിന്റെ കമ്പാരിറ്റീവ് പീരീഡിന്റെ ലാസ്റ്റ് ഡേറ്റ് ആസ് ഓൺ ഡേറ്റ് പറയും. അപ്പൊ അങ്ങനെ തരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റൗണ്ട് അബൌട്ട് എടുത്തിട്ട് ചെയ്യണം. ഓൾറൈറ്റ്? ഇതിപ്പോ ഫിനാൻഷ്യൽ ഇയർ ബന്ധപ്പെട്ട കാലണ്ടർ ഇയർ വരുമ്പോഴോ യു വിൽ ബി ടേക്കിംഗ് 31st December 2024. യെസ് ഓർ നോ? മനസ്സിലായല്ലോ? അങ്ങനെ വേണോ? ഇതിപ്പോ ഫിനാൻഷ്യൽ ഇയർ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇയർ കോൺസെപ്റ്റ്സേ വരുള്ളൂ കേട്ടോ ക്വസ്റ്റ്യൻസിൽ. ദിസ് ഇസ് ആക്ച്വലി വാട്ട് ഐ എം ഫോളോയിങ് AS 25. അപ്പൊ എന്താ ഏതാ സാറേ, അപ്പൊ അങ്ങനെയല്ല വരേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. AS 25 പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓൾറൈറ്റ്? അത് ഓർക്കാൻ വേണ്ടി ടിപ്പ് എന്തെന്ന്, ആക്ച്വലി AS 25 ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ പോകണം? പീരീഡ് എടുക്കുക, അത് ഏത് പീരീഡാന്ന് നോക്കുക, ഫിനാൻഷ്യൽ ബന്ധപ്പെട്ട് നോക്കുക, അതിന്റെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ഏതാ നോക്കുക, ദെൻ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഏതാ നോക്കുക. അതായിരിക്കും നിന്റെ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ പീരീഡ്. സോ ഫസ്റ്റ് എന്താ? സ്റ്റെപ്പ് നമ്പർ 1 ആ പീരീഡ് ഏത് ഫിനാൻഷ്യൽ ഇയർ നോക്കാം. സ്റ്റെപ്പ് നമ്പർ 2 ആ ഫിനാൻഷ്യൽ ഇയറിന്റെ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ ഇയർ ഏതാ നോക്കാം. സ്റ്റെപ്പ് നമ്പർ 3 ആ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റ് ഡേറ്റ് ഏതാ നോക്കാം. ആ ലാസ്റ്റ് ഡേറ്റ് ആണ് എന്റെ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ്. മനസ്സിലായല്ലോ? ഇതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ 30th September 2024 എടുത്തു. ലെറ്റ്സ് സേ എന്റെ പീരീഡ് വരുന്നത് 1st July 2024 to 30th September 2024. ഇതിന്റെ കമ്പാരിറ്റീവ് പീരീഡ് ഏതാണെന്ന് ചോദിക്കുന്നു. ബാലൻസ് ഷീറ്റിന്റെ വിച്ച് ഫിനാൻഷ്യൽ ഇയർ ദിസ് ബിലോങ്സ് ടു, ഫിനാൻഷ്യൽ പീരീഡ് ദിസ് ബിലോങ്സ് ടു. FY 2024-25. യെസ് ഓർ നോ? ഇതിന്റെ കമ്പാരിറ്റീവ് എന്താ? FY 2023-24. യെസ് ഓർ നോ? ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്താ? 31st March 2024. So this is my comparative period. Are you guys clear? മനസ്സിലായോ? അതാണ് ഇവിടെ സെന്റൻസ് എഴുതി. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി എൻഡ് ഓഫ് ദി പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. Okay, if you want you can write this somewhere, but I have discussed. All right, now the next thing is P&L account. P&L account, this is very simple, പക്ഷേ പിള്ളേർ എന്ത് ചെയ്യും? They make it tough.
They make it difficult actually. ആക്ച്വലി നമ്മളിവിടെ രണ്ടെണ്ണം എന്നല്ല പറഞ്ഞ്, ഇവിടെ പി ആൻഡിൽ നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ആണ് ഉണ്ടാകുക. ഒന്ന് നമുക്ക് എന്ത് പറയും, കറന്റ് ഇയർ ഉണ്ടാകും, പ്രീവിയസ് ഇയർ ഉണ്ടാകും. കറന്റ് ഇയറിന് രണ്ടെണ്ണം ഉണ്ടാകും, പ്രീവിയസ് ഇയറിന് രണ്ടെണ്ണം ഉണ്ടാകും. പി ആൻഡ് എൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ലെറ്റ്സ് ടേക്ക് എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത് 1st July 2025 to 30th September 2025. യെസ് ഓർ നോ? അല്ലേ? ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്റെ റിപ്പോർട്ടിംഗ് എന്താ, കറണ്ട് ഇയറുടെ 1st July 25 to 30th September 25. ഇത് ഏത് പീരീഡാ? 1st July to ഇതിന്റെ അതേ മോഡസ് ഓപ്പറാൻഡി. ഇത് പെർഫോമൻസ് ആണോ പൊസിഷൻ ആണോ? ഇറ്റ്സ് എ പെർഫോമൻസ്. പി ആൻഡ് എൽ ഇസ് പെർഫോമൻസ്. ഇതേ പീരീഡിന്റെ ഒരു പെർഫോമൻസ് കമ്പാരിസൺ എടുക്കാം. അപ്പൊ എന്തായിരിക്കും ലോജിക്കലി ആലോചിക്കുമ്പോ? ആ ലോജിക്ക് തന്നെയാണ് ഇവിടെ ഉണ്ട്. എന്തായിരിക്കും? 1st July 2024 to 30th September 2024. യെസ് ഓർ നോ? അപ്പൊ ഞാൻ എന്ത് എഴുതും ഇവിടെ? 1st July 24 to 30th September 24 എന്ന് പറഞ്ഞു എഴുതും. Are you guys okay with this? ഇതാണ് ഞാൻ അടുത്ത് ചെയ്യുന്നത്. ഞാൻ 4 കോളം അല്ല ഇവിടെ വരച്ചേ. I drew here 4 columns over here. Yes or no? ഈ 4 എണ്ണം ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി 2 എണ്ണത്തിൽ ഞാൻ എന്ത് ഫില്ല് ചെയ്യുന്ന ചോദ്യം. Got it? ഞാൻ നിൽക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാ? 30th September. Yes or no? അതായിരിക്കും എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. Got it? ഇതിന് ഫിനാൻഷ്യൽ ഇയർ ഏത് ബന്ധപ്പെട്ടാണ്? 2025, 26. Yes or no? ഇതിന്റെ ഫസ്റ്റ് ഡേറ്റ് എന്താ? 1st April 25. Yes or no? അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. മനസ്സിലായല്ലോ? ഡോണ്ട് മിക്സ് ഇറ്റ് അപ്പ്, ഗോ വിത്ത് ദ ഫ്ലോ. 1st April. ഞാൻ ബാലൻസ് ഷീറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഏത് ഫിനാൻഷ്യൽ ഇയർ നോക്കുന്നത് അതെടുക്കുക. ദെൻ കമ്പയർ വിത്ത് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എടുക്കാം. പി ആൻഡിൽ എന്താ പറഞ്ഞു? ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കാം, അതാണ് എന്റെ ലാസ്റ്റ്. ഇത് ഏത് ഫിനാൻഷ്യൽ ഇയർ ബന്ധപ്പെട്ട് നോക്കാം, അതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് അതാ നോക്കാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ടിൽ ദ എൻഡ് ഓഫ് ദ പെർഫോമൻസ് പീരിയഡ്. യെസ് ഓർ നോ? ഇതല്ല ഞാൻ എടുത്ത പീരിയഡ്. ഇതിന്റെ കമ്പാരിറ്റീവ് പെർഫോമൻസ് പീരിയഡ് എന്തായിരിക്കും? 1st April 24 to 30th September 24. യെസ് ഓർ നോ? അത് ഇങ്ങനെയും ചെയ്യാലോ. ലെറ്റ്സ് ടേക്ക്, ഇതാണ് ഞാൻ എടുക്കുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്താ? 30th September 2024. Yes or no? 30th September 2024. All right? ഇത് ഏത് ഫിനാൻഷ്യൽ ബന്ധപ്പെട്ട? 2023 2024 25. Yes or no? 24-25 ബന്ധപ്പെട്ടല്ല ഈ ഒരു പീരീഡ് പറഞ്ഞ്. ഇതിന്റെ ഫസ്റ്റ് ഡേറ്റ് എന്താ? 1st April 2024. Yes or no? ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അതായിരിക്കും എൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇത്രേ ഉള്ളൂ. പി ആൻഡ് ലിസ്റ്റ്. കൺഫ്യൂഷൻ ഉണ്ടോ റിഹാന? ഏത് ലോകത്താ? ഇവിടെ ശ്രദ്ധിക്കും. ഓൾറൈറ്റ്? അപ്പൊ എന്താ പറയണത് നോക്ക്. കറണ്ട് പീരീഡ് എന്താ? നിങ്ങൾ എടുക്കുന്ന പീരീഡ് എന്താണോ അത്. പെർഫോമൻസ് അല്ല, അതിന്റെ കമ്പാരിസൺ എന്താ അതും എടുക്കുക. മനസ്സിലായല്ലോ? ഇനി യു ഡു ആൻ എക്സസൈസ് ആൻഡ് ടെൽ മീ. ടെക്സ്റ്റ് ബുക്ക് നോക്കണ്ട, നിങ്ങൾ നോക്കിയിട്ട് പറ. എക്സസൈസ് ആണ്. ലെറ്റ്സ് ഡു ദിസ്. 1st November 2024 to 30th January, November 31st January. All right? 31st January 2025. ഇതിന്റെ പി ആൻഡിൽ എന്തൊക്കെയാ വരികയെന്ന് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറ. പി ആൻഡിൽ മാത്രം. ഓക്കെ? Let's do this exercise, shall we? Current year, previous year. P and L bara. I'll pause the video. I'll give you only 2 minutes. 2 minutes ഞാൻ തരുള്ളൂ.
Do and tell me. All right, time up. ബാ നോക്കാം. ഞാൻ ഏത് പീരീഡിലാണ് നിൽക്കുന്നത്? 1st November 24 to 31st January 25. Yes or no? 1st November 24 to 31st January 25. ഇത് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണോ പൊസിഷൻ ആണോ? ഇറ്റ്സ് എ പെർഫോമൻസ്, റൈറ്റ്? അപ്പൊ പെർഫോമൻസ് പറഞ്ഞാൽ ഇതേ പെർഫോമൻസിന്റെ കമ്പാരിറ്റീവ് പീരീഡ് വേണം. അപ്പൊ എന്തായിരിക്കും? 1st November 2023 to 31st January 2024. യെസ് ഓർ നോ? അപ്പൊ എന്തായിരിക്കും പ്രീവിയസ് ഇയറിലെ? 1st November 2023 to 31st January 2024. യെസ് ഓർ നോ? യെസ്, പെർഫെക്റ്റ്. ഇനി നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ് പീരീഡ്. ഇനി ഇത് കിട്ടിയല്ലോ, കറണ്ട് പ്രീവിയസ് ഇയർ കിട്ടിയല്ലോ. ഞാൻ 4 ലൈനാ വരച്ചത്, 2 എണ്ണം അല്ല. അപ്പൊ ആ കറണ്ട് ഇയറിന്റെ ഉള്ളിൽ ഒന്നും കൂടി എക്സ്ട്രാ ഉണ്ട്. സോ കറണ്ട് ഇയറിൽ എന്താ പറയണത് നമുക്ക് നോക്കാം. ഒരു പെർഫോമൻസ് പീരീഡും കൂടി വേണം എന്നാ പറയുന്നത്. അതെങ്ങനെ ചെയ്യേണ്ടത്? ഇപ്പോ കറണ്ട് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് തീർക്കണം. കമോൺ, ലെറ്റ്സ് ഗോ അഹെഡ്. നിങ്ങളിത് ചെയ്തല്ലേ? ഇപ്പൊ എന്താ പറഞ്ഞു? നമ്മളെ പീരീഡ് എന്താ? 1st November 2024 to 31st March 2025 അല്ലേ? നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് കറണ്ട് ഇയറുടെ കമ്പാരിസൺ ആ വേണ്ടത്. യെസ് ഓർ നോ? നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം ഇത് ഏത് ഫിനാൻഷ്യൽ ഇയറിന് ബന്ധപ്പെട്ട? 1st November 24 to 31st January 25. ഏത് ഫിനാൻഷ്യൽ ഇയർ ബന്ധപ്പെട്ട? ഫിനാൻഷ്യൽ ഇയർ 24-25. യെസ് ഓർ നോ? ഈ 24-25 സ്റ്റാർട്ടിങ് എന്താ? 1st April 2024. യെസ്, 1st April 24 to നമ്മളെ ലാസ്റ്റ് ഡേറ്റ് എന്നാ? 31st January 25. All right, got it? ഇനി അതേപോലെ ഇതും സെയിം ഓർഡർ ഓപ്പറാൻഡി 31st January 24 ആണ്. യെസ് ഓർ നോ? ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാർട്ടിംഗ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇത് ഏത് ഫിനാൻഷ്യലിൽ ബന്ധപ്പെട്ട? 2023-24. യെസ് ഓർ നോ? ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നാ? 1st April 23. യെസ് ഓർ നോ? Are you guys okay with this? അപ്പോ 1st April 23. ഇത്രയേ ഉള്ളൂ പി ആൻഡ് എല്ലും. നമുക്ക് വായിച്ചാലോ? കറണ്ട് പീരിയഡിന്റെ ഇന്റർവ്യൂ പറയുന്നത് ഇപ്പൊ നമ്മൾ 24-25 വെച്ചിട്ട് നമ്മൾ വേറെ ഇത് വെക്കുക. 1st July 24 to 30th September 24 ആണെങ്കിൽ എന്ത് ചെയ്യും? കറണ്ട് ഇന്റർവ്യൂ പീരീഡ് ആണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ചെയ്യും. അതിന്റെ കമ്പാരിസൺ സെയിം പെർഫോമൻസ് പീരീഡ് എടുക്കും. Then after that നമ്മൾ എന്താ എടുത്തത്? For comparative period P and L for current year to date. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പീരിയഡ്സ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ 2 പീരിയഡ്, അതിനെ പറയുന്ന പേരാണ് ഇയർ ടു ഡേറ്റ്. ഇയർ എന്താ? സ്റ്റാർട്ടിങ്. ടു ഡേറ്റ് എന്താണ് നമ്മുടെ ഡേറ്റ്? 31st January. യെസ് ഓർ നോ? അതാണ് ഇയർ ടു ഡേറ്റ് എന്ന് പറഞ്ഞത്. കറന്റ് ഇയർ ടു ഡേറ്റ്. ഇതിന്റെ കമ്പാരിറ്റീവ് ഇയർ ടു ഡേറ്റ് പീരിയഡ്. മനസ്സിലായല്ലോ? Are you guys okay with P and L? This is what P and L statement has been talking about. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇത് മാത്രമാണ്. പിന്നെ വരുന്നത് ജസ്റ്റ് തിയറി പർപ്പസ് റീഡ് ഓൺലിയാണ്. ഓക്കെ, പ്രസന്റേഷൻ ബന്ധപ്പെട്ടും MCQ ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊക്കെ പ്രൈമറി ആയിട്ട് വരുന്നത് ഇതിലായിട്ട്. ഇനി അടുത്ത് വരുന്നത് എന്താ? ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും. അതും എന്താ? കറണ്ട് ഇയർ ടു ഡേറ്റ് ആണ് എടുക്കേണ്ടത്. ഇപ്പൊ എന്റെ പീരീഡ് ആണ് 1st July 24 to 30th September 24 ആണെങ്കിൽ ഇതാണ് എന്റെ പീരീഡ് എന്ന് വെച്ചോ. ഈ ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു പെർഫോമൻസ് പീരീഡ് പോലെ തന്നെ അതും ഞാൻ ഇയർ ടു ഡേറ്റ് എടുക്കേണ്ടത്, പെർഫോമൻസ് പീരീഡ് അല്ല. മനസ്സിലായല്ലോ? ടേക്ക് ഇറ്റ് ഇൻ ഇയർ ടു ഡേറ്റ്. അതിന്റെ പ്രീവിയസ് ഇയർ ടു ഡേറ്റും എടുക്കുക. മനസ്സിലായല്ലോ? സോ സമ്മറി എന്താ? ബാലൻസ് ഷീറ്റ് എന്താ? പൊസിഷൻ എടുക്കുക, എന്നിട്ട് അതിന്റെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റ് ഡേറ്റ് കൊടുക്കുക പൊസിഷൻ ആയിട്ട്. ദാറ്റ്സ് ഇറ്റ്. ഗോട്ട് ഇറ്റ്? ഇത്രയേ ഉള്ളൂ ബാലൻസ് ഷീറ്റ്. പി ആൻഡ് എൽ എന്താ? പെർഫോമൻസ് ആണ്. പെർഫോമൻസ് പീരീഡ് കൊടുക്കുക, അതിന്റെ കമ്പാരിറ്റീവ് പെർഫോമൻസ് പീരീഡ് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന കറണ്ട് ഇയറിന്റെ പെർഫോമൻസിന്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവല്ലോ, അതിന്റെ ഇയർ ടു ഡേറ്റ് എടുക്കുക, അതിന്റെ കമ്പാരിറ്റീവ് ഇയർ ടു ഡേറ്റ് എടുക്കുക. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ചേഞ്ചസ് ഓൺ ഇക്വിറ്റി എന്താ? ഇയർ ടു ഡേറ്റും കമ്പാരിറ്റീവ് ഇയർ ടു ഡേറ്റും. മനസ്സിലായോ? ഗോട്ട് ഇറ്റ്?
ഇനി നമ്മൾ എന്താ പറയുന്നത്, റെക്കഗ്നിഷൻ ഓഫ് ഐറ്റം, മാർക്ക് ഇറ്റ് ആസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾറൈറ്റ്, ഗോട്ട് ഇറ്റ്? ഇത് ബി ഗ്രേഡ് സ്റ്റാൻഡേർഡ് ആണ്, ബട്ട് സ്റ്റിൽ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പഠിത്തത്തിൽ യു ക്യാൻ മേക്ക് ഇറ്റ് ദിസ് ആസ് ബി ഗ്രേഡ്. Can we go ahead? All items, asset, liability, income, expense എന്നൊക്കെ പറയല, അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, അതൊക്കെ നമ്മൾ ഇന്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നത് സെയിം പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ് ആസ് ഓഫ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് ഫോളോസ്. നമ്മൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ് ഒക്കെ റെസ്പെക്റ്റീവ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവില്ല. അതിലെന്താ പറഞ്ഞ അതുപോലെ തന്നെ ചെയ്യുക, പക്ഷെ കുറച്ച് കോയിനിങ് ഉണ്ട്. ഫസ്റ്റ് കോയിനിങ് എന്താ പറയുന്നത്, or any income earned or expenses incurred in the interim period. First എന്താ പറഞ്ഞത്, it should be recognized completely in the interim period which are earned or incurred. അതായത് എന്തെങ്കിലും ഇൻകമോ എക്സ്പെൻസോ ആ പീരീഡിന്റെ ഇടയിൽ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം അതിൽ കാണിക്കാം. There is no concept of deferring. Deferring പാടില്ല, പാടില്ല, പാടില്ല. Again, deferring പാടില്ല, പാടില്ല, പാടില്ല. If you have an income, if you have an expense that you earned in that interim period, record it 100%. There is no question of deferring. But there are deferring types like bonus അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടുണ്ട്. You don't have to study that. മനസ്സിലായല്ലോ? ഇനി ടെസ്റ്റ് ഓൺ നോളജ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ അതിൽ ഡെഫറിങ് ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് കോയിനിങ് ഇട്ടാൽ മതി. ബട്ട് 90 to 99% ക്വസ്റ്റ്യൻസ് എല്ലാതും എക്സ്പെൻസസും ഇൻകം എന്ത് ചെയ്യില്ല, ഡെഫറിങ് പാടില്ല, പാടില്ല, പാടില്ല. Got it? It should be recognized completely in the interim period in which they are earned or incurred. The expenses should not be deferred to the upcoming interim period on the basis that sale will be more the upcoming interim period. There are people who do that. Cost method വെച്ചിട്ട് എന്ത് ചെയ്യും, സെയിൽസ് കൂടുതൽ ഏത് ഇന്ററിം പീരീഡ് ആണോ അതിൽ ഞാൻ എന്ത് ചെയ്യും, എക്സ്പെൻസ് കൂടുതൽ കാണിക്കുന്നു പറഞ്ഞിട്ട്. They do that. അത് ചെയ്യാൻ പാടില്ല. എന്റെ എക്സ്പെൻസ് ഏത് ഇന്ററിം പീരീഡിലാണോ ഇൻകർ ചെയ്ത് ആ ഇന്ററിം പീരീഡിൽ ഞാൻ 100% കാണിക്കും. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായല്ലോ? ദിസ് ഇസ് വാട്ട് യു ആർ ഡൂയിങ്. എക്സാമ്പിൾ എന്തൊക്കെ, ഒന്ന് ബാഡ് ഡെപ്റ്റ്, സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഫൈനാൻസ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, എക്സെപ്ഷണൽ ലോസ്, അതൊക്കെ ഉണ്ടല്ലോ. ഇറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ് ഇൻ ദാറ്റ് ഇന്ററിം പീരീഡ് ഉള്ളി. ആ പീരീഡിന്റെ ഡിപ്രിസിയേഷൻ എന്താണോ അത് കാണിക്കാം. സെയിൽസ് എക്സ്പെൻസ് അതിൽ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാം. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ അപ്പോർഷൻമെന്റ് ഓഫ് ദി എന്താണ് സെയിൽസും അതൊന്നും പാടില്ല. സോ എന്താണ്, എക്സ്പെൻസ് ഡെഫറിങ് പാടില്ല, പാടില്ല, പാടില്ല. These will not be deferred up to the upcoming interim period in any cases. മനസ്സിലായല്ലോ? Got it? ഇനി രണ്ടാമത്തെ പറയുന്നത് ടാക്സ് റേറ്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടാക്സ് എക്സ്പെൻസ് ഉണ്ടല്ലോ, കറന്റ് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ ഡെഫർ ടാക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. ദാറ്റ് യു ആർ ലേണിംഗ് ഇൻ AS22. ഇവിടെ കറന്റ് ടാക്സ് മാത്രം ഞാൻ പറഞ്ഞു. ടാക്സ് എക്സ്പെൻസസ് അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്ന് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ഇൻ ഈച്ച് ഇന്ററിം റിപ്പോർട്ടിംഗ് പീരിയഡ് using WATR, also known as weighted average tax rate. അതെങ്ങനെ ചെയ്യാന്നാ പറയുന്നത്. സ്റ്റെപ്പ് നമ്പർ 1 എന്താ, യു കാൽക്കുലേറ്റ് ദ എസ്റ്റിമേറ്റഡ് ആനുവൽ ഇൻകം. ഒരു വർഷത്തെ എന്റെ എസ്റ്റിമേറ്റഡ് ഇൻകം എന്താണോ അത് കമ്പ്യൂട്ട് ചെയ്യുക. ആക്ച്വലി ദിസ് വുഡ് ബി ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയാണ്, ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. യു ക്യാൻ റൈറ്റ് ഇറ്റ് സംവെയർ. ഇത് എക്സാമ്പിൾ തരും. എസ്റ്റിമേറ്റഡ് ആനുവൽ ഇൻകം എത്ര എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തരും. ഇനി അടുത്ത് എന്താ പറയണത്, കാൽക്കുലേറ്റ് എസ്റ്റിമേറ്റഡ് ആനുവൽ ടാക്സ്. ഇത് നിങ്ങൾ ഇന്നെ കമ്പ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ആനുവൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തല്ലോ സ്റ്റെപ്പ് നമ്പർ 1 പ്രകാരം. അതിന്റെ മേളിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്രോഡ് ഫോർവേഡ് ലോസസ് കൊണ്ടുവരും. കഴിഞ്ഞ വർഷത്തെ ലോസ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് സെറ്റ് ഓഫ് ചെയ്യും. എന്തുകൊണ്ടാ, ഇൻകം ടാക്സ് ആക്ട് 1961 നമ്മൾ പഠിക്കുന്നതാണല്ലോ. ഇനി അഥവാ അല്ലെങ്കിൽ ഡയറക്ട് ടാക്സ് കോഡ് 2025 പഠിക്കുന്നുണ്ടാവുമല്ലോ. അതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രോഡ് ഫോർവേഡ് ലോസസ് എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളതിലല്ല ടാക്സ് അടക്കുക. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് പറയുന്നത്. ഇൻറ്റു മൈനസ് എന്താണ്, എസ്റ്റിമേറ്റഡ് ആനുവൽ ഇൻകം മൈനസ് എന്താണ്, ബ്രോഡ് ഫോർവേഡ് ലോസസ് ഇൻറ്റു അപ്ലിക്കബിൾ ടാക്സ് റേറ്റ്. ഇവിടെ എന്താ, ക്യാരി ഫോർവേഡ് ലോസസ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. കഴിഞ്ഞ വർഷത്തെ ലോസസ് ഞാൻ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തു. ഓൾസോ നോൺ ആസ് ബ്രോഡ് ഫോർവേഡ് ലോസസ്. ഓൾറൈറ്റ്. സ്റ്റെപ്പ് നമ്പർ 3 എന്താ, സ്റ്റെപ്പ് നമ്പർ 2 ഡിവൈഡഡ് ബൈ സ്റ്റെപ്പ് നമ്പർ 1. ഇതല്ല എന്റെ ആവറേജ് ടാക്സ് റേറ്റ്. യു ഗൈസ് ആർ ലേണിംഗ് ഇൻ ബേസിക്സ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ഇത് പഠിക്കുന്നുണ്ട്. ബേസിക്സ് ഓഫ് ഇൻകം ടാക്സിൽ എന്താണ് എന്റെ ആവറേജ് ടാക്സ് വരുന്നത്, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സോ ലോജിക്ക് ഇത്രേ ഉള്ളൂ. WTR എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്ത് ചെയ്യുക,
എസ്റ്റിമേറ്റഡ് ആനുവൽ ഇൻകം ദാറ്റ് വിൽ ബി ഗിവൻ ഇൻ ക്വസ്റ്റ്യൻ. സ്റ്റെപ്പ് നമ്പർ 2, എങ്ങനെ എസ്റ്റിമേറ്റഡ് ആനുവൽ ടാക്സ് അത് എത്രയാണെന്നുള്ളത് അവർ പറയും, എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണമെന്ന് പറയും. ചിലപ്പോൾ ഫസ്റ്റ് 3 lakh നമ്മൾ 30% എടുക്കുക, നെക്സ്റ്റ് 3 lakh എന്ത് ചെയ്യുക 60% എടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ഉണ്ടാകും. They will say something of the indication how to calculate that. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആനുവൽ ഇൻകം ഷുഡ് ബി നെറ്റ് ആനുവൽ ഇൻകം. അതെങ്ങനെ? ആനുവൽ ഇൻകം മൈനസ് ഡിപ്രിസിയേഷൻ, ഐ മീൻ ബ്രോട്ട് ഫോർവേഡ് ലോസസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിന്റെ മേളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. Now you got estimated tax. Tax divided by income. What is that? Average tax rate. അല്ലേ? ഈ ടാക്സ് റേറ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഇന്ററിം പീരീഡിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. Are you guys clear with that? മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം, സ്റ്റുഡൻസ് ആർ കോമൺലി ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. സർ, എനിക്ക് എസ്റ്റിമേറ്റഡ് ആനുവൽ ഇൻകം 0 കിട്ടി, ഓക്കെ, എൻ്റെ എസ്റ്റിമേറ്റഡ് ആനുവൽ ടാക്സും 0 കിട്ടി. അപ്പം ഞാൻ ഈ ഫോർമുല വെച്ച് 0/0 എടുത്തു കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് അല്ലേ വരിക എന്ന് ചോദിക്കും. ആക്ച്വലി ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് വാലിഡ്, പക്ഷേ ദാറ്റ് ക്വസ്റ്റ്യൻ ഹാസ് നോ കോമൺ സെൻസ്. എടാ, ടാക്സ് 0 ആണെങ്കിൽ എന്തായിരിക്കും റേറ്റ് വരുന്നത്? 0 അല്ലേ? ഓക്കെ, 0/0 നോട്ട് ഡിഫൈൻ. പക്ഷെ ഇതിപ്പോ എന്താ പറയാ, ഒരാളൊരു മുന്നോട്ട് നടന്നിട്ട് മതിലുണ്ട്, അയ്യോ സാറേ മതില്, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ആ ചോദ്യം പോലെയല്ലേ ഇത്? യെസ് ഓർ നോ? ഇതൊരു സ്റ്റുഡന്റ് ചോദിച്ചൊരു ചോദ്യം കേട്ടോ. ആൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് വാലിഡ്, പക്ഷെ ദാറ്റ് ക്വസ്റ്റ്യൻ ഹാസ് നോ കോമൺ സെൻസ്. യെസ് ഓർ നോ? ലോജിക്കൽ സെൻസ് ഇല്ല. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് കോമൺ സെൻസ് ഇസ് നോട്ട് സോ കോമൺ ദീസ് ഡേയ്സ്, ആൻഡ് ഇറ്റ്സ് ഓക്കെ. സി എക്ക് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന സാധനം, കോമൺ സെൻസ് എന്ന സാധനം മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കാനിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ അത് വെച്ചിട്ടാണ് പോകുന്നത്. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, നോ പ്രോബ്ലം, ഐ ബീൻ ദർ ഡൺ ദാറ്റ്. പക്ഷെ ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് ആക്ച്വലി വാലിഡ്. ഓക്കെ, ചോദിച്ചത് നന്നായി എന്ന് ഞാൻ പറയത്തുള്ളൂ. 0/0 സി എന്താണ്, എസ്റ്റിമേറ്റ് ആനുവൽ ഇൻകം എത്ര? 0. അപ്പൊ അതിന്റെ ടാക്സ് എന്തായിരിക്കും? 0. അപ്പൊ ഞാൻ വെയിറ്റഡ് ആവറേജ് ടാക്സ് റേറ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും? 0/0 നോട്ട് ഡിഫൈൻ. ആക്ച്വലി കണ്ണടച്ച് പൂട്ടിയിട്ട് ഇത് എഴുത്. ദിസ് ഇസ് നോട്ട് എ മാത്സ് പേപ്പർ, ദിസ് ഇസ് ആൻ അക്കൗണ്ടിങ് പേപ്പർ. മനസ്സിലായല്ലോ? എന്റെ ടാക്സ് എത്ര? 0 എന്നല്ലേ പറഞ്ഞ്. അപ്പൊ എന്റെ ടാക്സ് റേറ്റ് എന്ത് തന്നെയായിരിക്കും? 0%. യെസ് ഓർ നോ? അതാണ് ഞാൻ എന്റെ നോട്ടായിട്ട് ഞാൻ എഴുതിയത്. If estimated annual tax is 0, because the estimated annual income is 0, then WATR will not be calculated because there is no such thing as taxes. Tax rate given in the question will be used for calculating income taxation for each interim period. മനസ്സിലായല്ലോ? WATR കമ്പ്യൂട്ട് ചെയ്യില്ല. നമ്മൾ എന്താണ് ടാക്സ് റേറ്റ് ആണ് അത് വെച്ചിട്ട് തന്നെ കമ്പ്യൂട്ട് ചെയ്ത് പോകും. അത്രേ ഉള്ളൂ. അത് പ്ലസ് ആണെങ്കിലും ശരി മൈനസ് ആണെങ്കിലും ശരി, അത് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എന്താണോ റേറ്റ് എന്ന് ആ റേറ്റ് വെച്ചിട്ട് തന്നെ പോകും. WATR ഇല്ല, ആവറേജിങ് ചെയ്യില്ല. ടാക്സ് റേറ്റ് എന്താ തന്നു, എനിക്ക് ഇൻകം ഉണ്ടെങ്കിൽ അതിന്റെ ടാക്സ് നമ്മൾ കാണിക്കും. ദാറ്റ്സ് ഇറ്റ്. ആർ യു ഗൈസ് ക്ലിയർ വിത്ത് ദിസ്? പക്ക? ഓൾ ഗുഡ്? ഇനി ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പുട്ട് എ സ്റ്റാർ മാർക്ക് 1 second. If a different tax rate are applicable for 2 different financial years. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ ലെറ്റ്സ് ടേക്ക് ഫോർ ആൻ എക്സാമ്പിൾ സേക്ക്, എൻ്റെ ഇൻഡറിംഗ് പീരീഡ് എന്ന് പറയുന്നത് 1st January 2025 ടു 31st May 2025. ഓൾറൈറ്റ്, ഇതാണ് എൻ്റെ ഇൻഡറിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഇതിലുള്ള ഒരു പീരീഡ് എന്തായിരിക്കും? 2024-25ഉം ഇതെന്ത് പീരീഡാ? 2025-26ഉം 26ഉം. ഇങ്ങനെ ഒരു ഇൻഡറിംഗ് പീരീഡും ആയിക്കൂടെ? എപ്പോഴും ഫിനാൻഷ്യലിയുടെ ഇടയിലാകണം എന്നില്ലല്ലോ. ദ പീരിയഡ് ഷുഡ് ബി ലെസ് ദാൻ 12 months. അതാണല്ലോ എൻ്റെ ലോജിക്ക്. യെസ് ഓർ നോ? ഇതെന്താ പറയണത്? ലെസ് ദാൻ 12 months ആണ്, പക്ഷെ 2 ഫിനാൻഷ്യൽ ഇയർ ആ ടച്ച് ചെയ്യുന്നത്. യെസ് ഓർ നോ? ലെറ്റ്സ് ടേക്ക് ഫോർ എക്സാമ്പിൾ, ഇതിന്റെ റേറ്റ് വരുന്നത് എനിക്ക് 30%ഉം ഇതിന്റെ റേറ്റ് എനിക്ക് വരുന്നത് 35% ആണെന്ന് വെക്കാം. ടാക്സ് റേറ്റ് ബഡ്ജറ്റ് പ്രകാരമായിട്ട്. ഓൾറൈറ്റ്, ഇതിൽ എന്ത് ചെയ്യും? WATR കമ്പ്യൂട്ട് ചെയ്യണോ വേണ്ടതെന്നാണ് ചോദ്യം. ആൻസർ ഇസ് വേണ്ട. ഡു നോട്ട് കമ്പ്യൂട്ട് വെയ്റ്റഡ് ആവറേജ് ടാക്സ് റേറ്റ്. അതാത് ക്വാർട്ടറിൽ എന്താണോ ടാക്സ് റേറ്റ് വരുന്നത് ആ ടാക്സ് റേറ്റ് വെച്ചിട്ട് തന്നെ ചെയ്ത് പൊക്കോളൂ എന്നാണ് പറയുന്നത്. Are you guys okay with that? കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? This is what they have been telling. If the different tax rates are applicable for 2 different financial years, some interim period falls in first financial year and some interim period falls in another financial year, then WATR will not be calculated. Applicable tax rate for the each interim period with respect of the financial year will be used for calculating income tax expense for each interim period. Are you guys okay? അപ്പോൾ WATR 2 സ്ഥലത്ത് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഒന്നെന്താ, എൻ്റെ എസ്റ്റിമേറ്റഡ് ആനുവൽ ഇൻകം 0 ആയിട്ട് ടാക്സ് 0 ആയി വന്നു, അവിടെ നമ്മൾ WATR എടുക്കില്ല. അവിടെ നമ്മൾ എന്തെടുക്കും? എന്താണോ റേറ്റ് വരുന്നത് അത് റേറ്റ് വെച്ചിട്ട് ഇൻകം ഉണ്ടെങ്കിൽ ടാക്സ് എടുക്കാം. ദാറ്റ്സ് ഇറ്റ്. രണ്ടാമത്തെ കേസ് എന്താണ്, എൻ്റെ 2 ഫിനാൻഷ്യൽ ഇയർ അവിടെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ
അതിന്റെ ഇടയിൽ ഇന്റർം പീരിയഡ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ടാക്സ് റേറ്റ് ഒന്ന് കുറച്ച് ടാക്സ് റേറ്റ് വേറെ ആണെങ്കിൽ ഡു നോട്ട് യൂസ് WTR, യു ഡു ദ റെസ്പെക്റ്റീവ് ടാക്സ് റേറ്റ്സ്. ദാറ്റ്സ് ഇറ്റ്. ആർ യു ഗൈസ് ഓക്കേ വിത്ത് ദാറ്റ്? ഇനി മൂന്നാമത്തെ എന്താ പറയണത്, എനിക്ക് പല പല ഹെഡ്സ് ഉണ്ടാവും ഇൻകം എന്നും പറഞ്ഞിട്ട്. എന്തൊക്കെ? ക്യാപിറ്റൽ ഗെയിൻ, നോർമൽ ഇൻകം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ 2 ഇൻകം വരുള്ളൂ, നോർമൽ ഇൻകം, ക്യാപിറ്റൽ ഗെയിനും. ക്യാപിറ്റൽ ഗെയിൻ ഒരു ടാക്സ് റേറ്റ് അല്ലേ? യു ഗൈസ് ലേൺ ദാറ്റ് റൈറ്റ്? 12.5%, 20%, നോർമൽ ടാക്സ് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സ്പെഷ്യൽ റേറ്റ്സ് ആണല്ലോ ക്യാപിറ്റൽ ഗെയിന്. നോർമൽ ഇൻകം എന്തായിരിക്കും? ഒന്നെങ്കിൽ സ്ലാബ് റേറ്റ്, അല്ലെങ്കിൽ 30%, അല്ലെങ്കിൽ 25%, ഡിപ്പെൻഡിങ് അപ്പോൺ ദ എൻറ്റിറ്റി അല്ലേ? ദിസ് ഇസ് വാട്ട് വി ഹാവ് ലേൺഡ്. യെസ് ഓർ നോ? അപ്പൊ രണ്ടിന് രണ്ട് ടാക്സ് റേറ്റ് അല്ലേ? അപ്പൊ ഇത് വരുമ്പോ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. വാട്ട് വിൽ യു ഡു if income under different head are given in question, like normal income, capital gain അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ which are taxable at different tax rate, we know that. അങ്ങനെ വരുമ്പോൾ two tax rate will be used for calculating income tax expense. രണ്ട് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കും. നോർമൽ ഇൻകം ഉണ്ടാവില്ല, അതിന് നമ്മൾ എന്ത് ചെയ്യുക? WTR കമ്പ്യൂട്ട് ചെയ്യുക. മനസ്സിലായല്ലോ? വെയ്റ്റഡ് ആവറേജ് ടാക്സ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുക. ക്യാപിറ്റൽ ഗെയിൻ എന്താന്ന്? ആ ടാക്സ് റേറ്റ് എന്താണോ ക്വസ്റ്റനിൽ തന്ന് അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ. സോ ഏത് ഇന്റർം പീരിയഡിലാണോ ക്യാപിറ്റൽ ഗെയിനുകൾ, ആ ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഏത് ഇനി ഇന്റർം പീരിയഡിൽ നോർമൽ ഇൻകം ഉണ്ടെങ്കിൽ ആ നോർമൽ ഇൻകം ഇൻറ്റു വെയ്റ്റഡ് ആവറേജ് ടാക്സ് റേറ്റ്. ദാറ്റ്സ് ഇറ്റ്. ആർ യു ഗൈസ് ഓക്കേ വിത്ത് ദാറ്റ്? ഇതിന്റെ ടോട്ടൽ എന്താണോ അതാണ് ടാക്സ് എക്സ്പെൻസസ്. ഗോട്ട് ഇറ്റ്? ഇനി അടുത്തത് പറയേണ്ടത് അലൊക്കേഷൻ ഓഫ് ഫിക്സ്ഡ് ഓവർഹെഡ്. Let me tell you something. ഇത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ആവശ്യമില്ല, ബിക്കോസ് വി ആർ ഓൾറെഡി ലേൺ ദിസ് ഇൻ ഡെപ്ത് ഇൻ AS2. ഇല്ലേ? ഫിക്സ്ഡ് ഓവർഹെഡ് റിക്കവറി റേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ AS2? ഫോർ ദ പീപ്പിൾ ഹു ആർ വാച്ചിങ് ദ വീഡിയോ ഓവർ ഹിയർ, പ്ലീസ് ഡു വാച്ച് AS2. ഐ ഹാവ് എക്സ്പ്ലെയിൻ വെരി ബ്യൂട്ടിഫുള്ളി ആൻഡ് ഇൻ ഡീറ്റെയിൽ. ബ്യൂട്ടിഫുൾ അല്ലായിരുന്നു? താങ്ക് യു, സന്തോഷം. അങ്ങനെ ആയാൽ മതി. അപ്പൊ AS2 വെച്ച് അത് നോക്കിയിട്ട് ചെയ്യാലോ. But still, AS25 ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഗ്ലിംസ് തരാം, because there is one illustration dedicated to this. That's why I added this. Okay. Fixed overhead per unit is calculated based on normal production unit or actual production unit, whichever is higher as per AS2. ഇതല്ല ഞാൻ പറഞ്ഞത്. ഫിക്സ്ഡ് റിക്കവറി റേറ്റ് പെർ യൂണിറ്റ് എടുക്കുമ്പോൾ എന്താണ്? ഫിക്സ്ഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ എ. എന്ന് പറയുന്നത് എന്താ? നോർമൽ പ്രൊഡക്ഷൻ ഓർ ആക്ച്വൽ പ്രൊഡക്ഷൻ വിച്ചെവർ ഇസ് ഹയർ. അപ്പൊ റിക്കവറി റേറ്റ് പെർ യൂണിറ്റ് കിട്ടും. അബ്സോർബ് ചെയ്തത് എത്ര? എന്താണ്? ആക്ച്വൽ പ്രൊഡക്ഷൻ ഇൻറ്റു റിക്കവറി റേറ്റ് പെർ യൂണിറ്റ്. ബാലൻസ് എന്തായിരിക്കും? നമ്മൾ P&L ചാർജ് ചെയ്യും. ഇതല്ലേ നമ്മൾ പഠിച്ചിരുന്നത്? യെസ് ഓർ നോ? ദിസ് ഇസ് വാട്ട് വി ഹാവ് ലേണിംഗ്. ഗോട്ട് ഇറ്റ്? ഇനി പറയണത് എന്താ വെച്ചാൽ ഫിക്സ്ഡ് ഓവർഹെഡ് അലോക്കേറ്റഡ് ടു ദി ആക്ച്വൽ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇതല്ലേ നമ്മൾ പഠിച്ചത്? ഫിക്സ്ഡ് ഓവർഹെഡ് പെർ യൂണിറ്റ്. യു ക്യാൻ റൈറ്റ് ഹിയർ ഫിക്സ്ഡ് ഓവർഹെഡ് റിക്കവറി റേറ്റ് പെർ യൂണിറ്റ് ഓൾസോ. ഈ ഒരു സാധനത്തിന് ഇങ്ങനെയും എഴുതാം. മനസ്സിലായല്ലോ? പിന്നെ ബാക്കിയുള്ളത് എന്ത് ചെയ്യും? നമ്മൾ P&L ഇട്ടു. ഇതല്ലേ നമ്മൾ പഠിച്ചത്? ദിസ് ഇസ് ലേൺഡ് ഇൻ റെഫർ AS2 എന്നേ ഞാൻ പറയുള്ളൂ. റൈറ്റ് ഇൻ ദ ബിലോ. ഗോട്ട് ഇറ്റ്? റെഫർ AS2. AS25 ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? സോ വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിംഗ് AS25 interim financial reporting. And for the people who are saying that fixed overhead എന്താണ് സാറ് എനിക്ക് മനസ്സിലായാലൊന്നുമില്ല, AS2 ആണ്, അത് കണ്ടിട്ടും മനസ്സിലായില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക? കോൺടാക്ട് മീ, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് അഗൈൻ ഇൻ യുവർ പെർസ്പെക്റ്റീവ്, പ്രൊവൈഡഡ് ഇഫ് ഐ എം ഫ്രീ. ഓൾ റൈറ്റ്? ക്യാൻ വി കൺക്ലൂഡ് ദിസ്? ഹൗ ഡു യു ഫീൽ വിത്ത് റിഗാർഡിംഗ് ലോജിക്? ഓക്കെ ആണോ? ഓൾ ഗുഡ്? കോൺഫിഡന്റ് ആണോ ഞാൻ ചോദിക്കുന്നില്ല, ലോജിക് ഓക്കെ ആണോ? കോൺഫിഡന്റ് ആണോ എന്നുള്ളത് ഐ ഹാവ് ടു ഡു ദ ഇല്ലസ്ട്രേഷൻസ്. Shall we move ahead with the illustrations? Shall we? Let's go ahead.